ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു ത്രികോണത്തിന്റെ ഏത് രണ്ട് വശങ്ങളുടെയും അളവുകളുടെ തുക മൂന്നാമത്തെ വശത്തേക്കാൾ വലുതായിരിക്കണം. അപ്പം അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ 8 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ, x സെന്റിമീറ്റർ ആയാൽ എക്സിന് സ്വീകരിക്കാവുന്ന പൂർണ്ണസംഖ്യാ വിലകൾ ഏതൊക്കെ? ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ, ഒന്ന് 8, മറ്റൊന്ന് 13, മറ്റൊന്ന് x, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന് സ്വീകരിക്കാവുന്ന പൂർണ്ണസംഖ്യാ വിലകൾ ഏതൊക്കെയാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് എക്സിന് ഓരോ വില കൊടുത്തിട്ട് പരിശോധിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇതിനൊരു എളുപ്പവഴിയുണ്ട്. എന്താ എളുപ്പവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തന്നിരിക്കുന്ന രണ്ട് വശങ്ങളുണ്ടല്ലോ, 8ഉം 13, അവ കൂട്ടുക. 8ഉം 13 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് 21 കിട്ടും. അടുത്തായിട്ട് 8ന്റെയും 13 വ്യത്യാസം കാണുക. അതായത് 13 8 കുറച്ചാൽ എന്ത് കിട്ടും? നമുക്ക് 5 കിട്ടും. 8നോട് 13 കൂട്ടിയപ്പോൾ 21, 13 8 കുറച്ചപ്പോൾ അത് കിട്ടിയാൽ നമുക്ക് 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന് സ്വീകരിക്കാവുന്ന വില എന്ന് പറയുന്നത് ഈ 5ന്റെയും 21ന്റെയും ഇടയ്ക്കുള്ള പൂർണ്ണസംഖ്യ ആയിരിക്കും. അതായത് എക്സിന്റെ വില 5നേക്കാൾ വലുതായിരിക്കണം, എന്നാൽ 21നേക്കാൾ ചെറുതായിരിക്കണം. ഈ ഒരു കണ്ടീഷൻ എടുത്താൽ മതിയാവും. 5നേക്കാൾ വലുതും 21നേക്കാൾ ചെറുതുമായ പൂർണ്ണസംഖ്യ വിലകൾ ഏതൊക്കെയാണ്? 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇത്രയും വിലകൾ നമുക്ക് ഈ എക്സിന് കൊടുക്കാൻ വേണ്ടി പറ്റും. എത്ര ഉണ്ടാവും വെച്ചാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഈ 15 വിലകൾ എക്സിന് സ്വീകരിക്കാവുന്ന പൂർണ്ണസംഖ്യാ വിലകളാണ്. ഇങ്ങനെ കണ്ടെത്താൻ എളുപ്പവഴിയുണ്ട്. ഇപ്പം എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിന് സ്വീകരിക്കാവുന്ന പൂർണ്ണസംഖ്യാ വിലകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15. അപ്പോൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മുതൽ 20 വരെയുള്ള എണ്ണസംഖ്യകളായിരിക്കും.